ഹായ് ഓൾ. വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഇറങ്ങിയിട്ട് 2 ദിവസമായി സിനിമ. കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരോട്. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കിട്ടിയാലാണ് ഇനിയും കൂടുതൽ സിനിമകൾ കണ്ടിട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. സോ ഗോയിങ് ബാക്ക് ടു ദ മൂവി, വ്യസന സമേതം ബന്ധുമിത്രാദികൾ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ എസ് വിപിൻ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് വിപിൻ ദാസ് ആണ്. പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് അനശ്വര രാജൻ, അതേപോലെ അസീസ് നെടുമങ്ങാട്, നോബി, പിന്നെ നമ്മുടെ ജോമോൻ ജ്യോതിറുണ്ട്, നമ്മുടെ സിജു സണ്ണി ഉണ്ട്. അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പരിചിതമായിട്ടുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു നീണ്ട കാസ്റ്റിംഗ് നിര തന്നെ ഈ സിനിമയിലുണ്ട്. പിന്നെ നമ്മുടെ ബൈജു ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു റിലാക്സ് ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്ത് കുറച്ച് കോമഡീസൊക്കെ കണ്ട് രസിക്കണം, അങ്ങനെ ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ നല്ലൊരു ഓപ്ഷനാണ്. അടിപൊളി നല്ല കുറേ കോമഡിയൊക്കെ വെച്ചു. അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സിനിമയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിക സുകുമാരൻ ഇതിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. മല്ലിക സുകുമാരൻ്റെ കുടുംബമാണ് സിനിമ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ട് ഒരു നാടകം, നമ്മൾ പണ്ടത്തെ KPSCയുടെ ഒക്കെ നാടകം നാട്ടിലൊക്കെ വരുമ്പോൾ അവർ തുടക്കത്തിൽ ഇടുന്ന ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ടൊക്കെ ആയിട്ട് ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു പാട്ടിൽ തുടങ്ങി തിരുവനന്തപുരത്ത് ഒരു ഗ്രാമീണ പ്രദേശത്താണ് സിനിമ നടക്കുന്നത്, പശ്ചാത്തലമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം സ്ലാങ് ആണ് ഇതിൽ ഫുള്ള് യൂസ് ചെയ്തേക്കുന്നത്. അസീസ് നെടുമങ്ങാടുകാരനായതുകൊണ്ട് പുള്ളിക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അതേപോലെ നോബി ആയാൽ പോലും അനശ്വര പലയിടത്തും ലാംഗ്വേജിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് തോന്നി. പക്ഷേ ഓവറോൾ അനശ്വരയുടെ പെർഫോമൻസ് ലാസ്റ്റ് സിനിമയായിട്ടുള്ള പൈങ്കിളിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. കോമഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അനശ്വരയുടെ വീട്ടിൽ, ഈ പറഞ്ഞ അനശ്വരയുടെ മല്ലിക സുകുമാരൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു മരണം, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നാട്ടിലൊക്കെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾ കംപ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ബന്ധുക്കളുടെ ഇടയിൽ നടക്കുന്ന നർമ്മം നിറഞ്ഞ കോൺവെർസേഷൻസും അവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെ കോമഡി രൂപത്തിലാണ് ഈ സിനിമ പോകുന്നത്. എന്നാൽ യാതൊരുവിധ കുറവുമില്ലാതെ ഇമോഷണൽ സീൻസും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു എന്താ പറയുക കോമ്പിനേഷനിലാണ്. അതായത് ഈ പറഞ്ഞ കോമഡീസും കാര്യങ്ങളും പോകുന്നതിനോടൊപ്പം തന്നെ ഇമോഷണലി കണക്ട് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ സിനിമയിൽ ഈ പറഞ്ഞ കണക്ക് ഒരു മരണം നടക്കുന്നു. അപ്പോൾ മരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, ഇതിൽ മരിച്ചു കിടക്കുന്ന ആളുടെ എൻ്റെ വല്യക്കച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചി വരുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര അടിപൊളിയായിട്ട് ഇതിൽ, എനിക്ക് പേരറിയില്ല, പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ജോമോൻ ജ്യോതിർ വരുന്ന സമയം തൊട്ട് പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ ഓരോ ആക്ഷൻസിലും ഓരോ ഡയലോഗ്സിലും എക്സ്പ്രഷനിലും ഒക്കെ ഒരുപാട് കോമഡീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്കറിയാം ഒരു മരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് കുറച്ച് നാട്ടും പുറത്തുള്ള ചേച്ചിമാരും അതേപോലെ ഈ അമ്മമാരൊക്കെ വന്നിരുന്ന് കുറച്ച് വർത്താനം പറയുന്നത്, പിന്നെ ചെറിയ ഈ പറഞ്ഞ പരദൂഷണം പറച്ചിലും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ അവർ പോർട്രേ ചെയ്തിട്ടുണ്ട്. വീടുമായിട്ടുള്ള ചെറിയ വഴക്ക് കാര്യങ്ങളൊക്കെ വളരെ നർമ്മം കലർത്തി കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു ബാൻഡ് സെറ്റ്, കുട്ടികളുടെ ഒരു ബാൻഡ് സെറ്റ്, അതിൻ്റെ അകത്ത് ഫുള്ളി പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന പിള്ളേരാണ് അഭിനയിച്ചിട്ടുള്ളത്. അവർ നല്ല രീതിയിൽ അവർ കോമഡി പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ പെയിന്റ് അടിക്കാൻ വരുന്ന 2 ചേട്ടന്മാരുണ്ട്, പേരറിയത്തില്ല, പക്ഷെ അവർ അടിപൊളിയായിട്ട് അതിൽ അവരുടെ 2 സീൻസും ഉണ്ട്. അതായത് ഈ പറഞ്ഞ കോമഡി വരുന്നത്, ഇമോഷണലി വരുന്ന സീൻസും അടിപൊളിയായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മരണം ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള 1-2 ചെറുപ്പക്കാരൊക്കെ കൂടിയിരുന്ന് വെള്ളം അടിക്കുന്ന പരിപാടി, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് കോമഡി കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷണൽ കോമഡികൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ നാട്ടിലെ ഏറ്റവും ആരെ എങ്ങനെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരെ ഇതിൽ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് അസീസ് നെടുമങ്ങാട്, അതായത് നമ്മുടെ അനശ്വരയുടെ അച്ഛനായിട്ടാണ് പുള്ളി വരുന്നത്. അടിപൊളി പെർഫോമൻസ്. ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്ക് ലാംഗ്വേജ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ പുള്ളി അടിപൊളിയായിട്ട് ഇമോഷണലി ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കോമഡി മാത്രമല്ല, ഇമോഷണൽ സൈഡും പക്കയാണ്. അതേപോലെ അസീസിൻ്റെ വൈഫായിട്ട് വരുന്ന അശ്വതി എന്ന് പറഞ്ഞ ചേച്ചി അടിപൊളിയായിരുന്നു. ഭയങ്കര ആ ഒരു വോയിസ് മോഡുലേഷനോ ഡയലോഗ് മോഡുലേഷനോ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ ഉള്ള ഭീഷണിപ്പെടുന്ന വീട്ടിലുണ്ടാവുന്ന കോമഡീസൊക്കെ അടിപൊളിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നു പോകുന്നവരൊക്കെ അവർക്ക് കൊടുത്തേക്കുന്ന റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട അടുത്തത് ബൈജു ഒക്കെ മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ആക്ടറാണ്. ബൈജു ഇതിൻ്റെ അകത്ത് കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കരയോഗത്തിന് നാട്ടും പുറത്തുള്ള വീടുകളിൽ, അല്ലെങ്കിൽ ഈ തെക്കോട്ടുള്ള ജില്ലകളായ കൊല്ലം, തിരുവനന്തപുരം ഒക്കെ പോലത്തെ സ്ഥലത്ത് കരയോഗത്തിലെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഒരു സർക്കാസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ആരെ ദ്രോഹിക്കണ്ട എന്നാൽ ഇത് കാണിക്കണം എന്നുള്ള രീതിയിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു തെക്കുന്ന് വരുന്ന ഒരാളായിട്ട് ഞാനും ഇത് കണ്ടിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കരയോഗത്തിന് ഒരു വീടുകളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ വളരെ
നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതോടെ പാർട്ടിക്കാർ അല്ലെങ്കിൽ വാർഡ് മെമ്പറും അതേപോലെ അവരുടെ പാർട്ടിയും വന്നിട്ട് ഇത് കണക്ക് കരയോഗത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല, ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ മരണമോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് മുതലാക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പൈസ എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യാം എന്നൊക്കെ ഉള്ള നോക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ എല്ലാവരും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട്, അത് നമ്മൾ ആലോചിക്കണം, മരണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന ഇമോഷണലി വരുന്ന ഒരു സ്ഥലത്ത് കോമഡി കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്ത് തകർത്തേക്കാണ്. ഈച്ച് ആൻഡ് എവരി ക്യാരക്ടറൈസേഷൻ ഒക്കെ പക്കയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് റിലാക്സ് ചെയ്ത് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്ത് ഒരു 2 മണിക്കൂറൊക്കെ എൻജോയ് ചെയ്ത് ചിരിച്ചിരിക്കണമെങ്കിൽ നല്ലൊരു വാച്ച് ഓപ്ഷനാണ്. ഭയങ്കര ബ്രില്യൻ്റ് അല്ലെങ്കിൽ ഭയങ്കരം ഒന്നും പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് വാച്ച്, ഡീസൻറ്റ് വാച്ച്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് എല്ലാ സൈഡും, മ്യൂസിക് ആയിക്കോട്ടെ, ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ക്യാമറ വർക്ക് ആയിക്കോട്ടെ, എല്ലാം എനിക്ക് പേഴ്സണലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.